2020 മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം തടഞ്ഞു റിട്ടേണിംഗ് ഓഫീസർ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷമായിരുന്നു സ്റ്റോറിന്റെ ഉദ്ഘാടനം. കിഴക്കമ്പലം നിവാസികൾ നൽകിയ പരാതിയിലാണ് ജില്ലാ കളക്ടറുടെ നടപടി. 80% വിലക്കുറവിലാണ് മരുന്നുകൾ വിതരണം ചെയ്തത്. വിനീത വിജയ് വിവരങ്ങളുമായി. വിനീത, കൃത്യമായ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം ഇവിടെ കണ്ടെത്തിയെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പെരുമാറ്റച്ചട്ട ലംഘനം കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. മെഡിക്കൽ സ്റ്റോർ അടച്ചുപൂട്ടണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പരാതി ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ, അതായത് അവിടെയുള്ള പ്രദേശവാസികളാണ്, കിഴക്കമ്പലം പ്രദേശവാസികളാണ് ഇങ്ങനെയൊരു പരാതിയുമായി രംഗത്ത് വരുന്നത്. 2 പേർ ചേർന്നാണ് ഈ പരാതി നൽകുന്നത്. ഈ പരാതി പരിശോധിച്ചതിന് ശേഷം ആ സ്ഥലത്തെത്തി ജില്ലാ കളക്ടറും മറ്റു ഉദ്യോഗസ്ഥരും സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. അവിടെ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള 2020 ചില ചിഹ്നങ്ങളും മറ്റും ഈ മെഡിക്കൽ സ്റ്റോറിൽ ഉപയോഗിച്ചിരുന്നതായും കണ്ടെത്തി. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് മെഡിക്കൽ സ്റ്റോർ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷം, അതായത് ഈ കഴിഞ്ഞ 21-ാം തീയതിയാണ് മെഡിക്കൽ സ്റ്റോറിന്റെ ഉദ്ഘാടനം നടന്നത്. 80% വിലക്കുറവിൽ മരുന്നുകൾ നൽകുമെന്ന വാഗ്ദാനം നൽകിക്കൊണ്ടായിരുന്നു ഈ മെഡിക്കൽ സ്റ്റോറിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ മറ്റൊരു ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന മറ്റൊരു സ്റ്റോറിന്റെയും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റോറിനെതിരെയും പരാതിയുണ്ട്. ഇക്കാര്യങ്ങളിൽ വളരെ വിശദമായി പരിശോധിച്ചതിനു ശേഷം ആവശ്യമെങ്കിൽ മാത്രം നടപടിയെടുക്കുമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ഈ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പരാതി പരിശോധിച്ചതിനു ശേഷം അതിന്റെ സ്ഥിതിഗതികൾ മനസ്സിലാക്കിയ കളക്ടർ ഇപ്പോൾ മെഡിക്കൽ സ്റ്റോർ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2020 മെഡിക്കൽ സ്റ്റോറാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം ചൂണ്ടിക്കാട്ടി കളക്ടർ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടത്.